ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ആധാർ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി കാർഡ് ആവശ്യമാണ്. അപ്പോൾ ഈ ആധാറിന്റെ ഡിജിറ്റൽ വെർഷൻ ഈ ഇടയ്ക്ക് പുതിയൊരു ആപ്ലിക്കേഷനിൽ കൂടി ആൻഡ്രോയിഡിലും ഐഫോണിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആധാറും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ആധാറും ഇതിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇത് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിൽ എങ്ങനെ സൂക്ഷിക്കാമെന്നും അത്യാവശ്യ സമയങ്ങളിൽ ഏതൊക്കെ മാസ്ക് ചെയ്ത് ഉപയോഗിക്കണം, ഏതൊക്കെ അല്ലാതെ ഷെയർ ചെയ്യണം, എങ്ങനെ സ്കാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. വീഡിയോ ഓരപ്പെട്ട ചാനൽ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളപ്പോൾ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെയുള്ള പെർമിഷൻ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ ഗോ ടു ആധാർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഏറ്റവും താഴെ കാണിക്കുന്നതിൽ കൊടുത്ത് നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് താഴെ അക്സെപ്റ്റ് എന്നുള്ള കൊടുത്ത് കഴിയുമ്പോൾ ഒരു സെൻഡ് SMS ഒരു ഓപ്ഷൻ വരും. നിങ്ങളുടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് വെരിഫിക്കേഷനായിട്ട് സാധനം പോവുകയും തുറന്നത് അപ്ഡേറ്റ് ചെയ്ത് വരികയും ചെയ്യും. തുറന്ന് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട് കാണിക്കാൻ പറയും. നിങ്ങൾ 2 പ്രാവശ്യം കണ്ണ് അടച്ച് തുറക്കുക. ഇങ്ങനെ കണ്ണടച്ച് തുറന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിയും. തുറന്ന് നിങ്ങൾക്ക് താഴെയായിട്ടുള്ള കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിലേക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിലേക്ക് അപ്ഡേറ്റ് ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ്. തുടർന്ന് നമ്മൾ ഒന്നുകൂടി പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഈ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ 2 പാസ്വേഡ് കൊടുക്കാൻ ചോദിക്കും. നിങ്ങളൊരു 6 അക്കമുള്ള പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാസ്വേഡ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. അടുത്ത പ്രാവശ്യം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ആപ്ലിക്കേഷനിലേക്ക് കടക്കുവാൻ സാധിക്കൂ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് അപ്ഡേറ്റ് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ആധാറിലേക്ക് എത്തിക്കഴിയുന്നതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും മുകളിൽ ലാംഗ്വേജ് മാറ്റുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങളുടെ മറ്റുള്ള കുടുംബാംഗങ്ങളെ ആഡ് ചെയ്യാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ ID ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള QR കോഡിൻ്റെ ഓപ്ഷൻ ഇവിടെ താഴെയുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ഭാഗത്താണ് നിങ്ങളുടെ ആധാർ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു ക്ലിക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ആധാറിലുള്ളതുപോലെ തന്നെ ഇവിടെ കാണിച്ചു തരുന്നതാണ്. കൂടാതെ ഇത് നമുക്ക് മാസ്ക് ചെയ്തും അല്ലാതെയും ഉപയോഗിക്കുവാൻ സാധിക്കും. മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോൺ നമ്പറിൻ്റെ പകുതി മാത്രം കാണിക്കാം, ആധാറിൻ്റെ പകുതി മാത്രം കാണിക്കാം. ഇത്തരത്തിൽ മാസ്ക് ചെയ്തും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഡീറ്റെയിൽസിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അപ്ഡേറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യുക. മറ്റുള്ളവർ കൂടി ചെറിയൊരു അറിവൊന്ന് ഷെയർ കൊടുത്തേക്കുക. പലർക്കും ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് സത്യം.